ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വൈറൽ സാൻഡ്വിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയിൽ തന്നെ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരല്പം ചിക്കൻ എടുത്ത് വെക്കുക. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത ചിക്കൻ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കത് ഒരു ഇഡ്ഡലി കുട്ടകത്തിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യത്തെ തട്ടിൽ മുഴുവനും നമ്മൾ ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത തട്ട് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ തട്ടിലേക്ക് നമുക്ക് 5 വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 3 കോഴിമുട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. ഓരോ കുഴിയിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ആവിയിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വേവിച്ചെടുത്തിരിക്കുന്ന മുട്ട, വറ്റൽമുളക്, വെളുത്തുള്ളി, ഉപ്പ് ആവശ്യത്തിന്, 3 ടീസ്പൂൺ തൈര്, ഒരു നുള്ള് വിനാഗിരി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് പിച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ക്യാരറ്റ്, കുക്കുംബർ, പിച്ചെടുത്തേക്കുന്ന ചിക്കൻ എന്നിവ ചേർത്ത് ഒപ്പം തന്നെ നമുക്ക് മയണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മയണൈസൊക്കെ കൂടെ ചേർത്ത് എല്ലാ പച്ചക്കറികളും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ യോജിപ്പിച്ചെടുത്തേക്കുന്ന ഈ മസാല നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡിലേക്ക് ആക്കി കൊടുക്കാം. ബ്രെഡിൽ മുഴുവനായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് ശേഷം മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് എടുത്ത് വെച്ചേക്കുന്ന ഓരോ ബ്രെഡും വെച്ച് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം.